ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറേ പേര് എനിക്ക് ഓരോ യൂട്യൂബിലെ ഓരോ വീഡിയോയുടെയും താഴെ കമൻ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പറുള്ളവർ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ബെൻസി എവിടാണ്, സേഫാണോ, എന്തേലും സുഖമില്ലാതെങ്ങാണോ ആണോ, അതായത് എൻ്റെ സ്റ്റാറ്റസ് കാണാത്തവർ. അപ്പോൾ സ്റ്റാറ്റസ് കാണുന്നവർക്കറിയാം ഇവിടെ എൻ്റെ തിരക്ക് കൊണ്ട് മാത്രമാണ് വീഡിയോ ഇടാത്തതെന്നേ. അപ്പോൾ തിരക്കി എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നത്. രാവിലെ ദോശയും ചമ്മന്തിക്കറിയാണ്. ചമ്മന്തിക്കറിയുടെയൊക്കെ റെസിപ്പി പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് വീണ്ടും കാണിക്കാഞ്ഞത്. എന്നും പറയുന്നത് പോലെ ബാക്കി മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം അരയ്ക്കുമ്പോൾ ഒരു 2-3 ദിവസത്തേക്കുള്ളതങ്ങ് അരയ്ക്കും. പിന്നെ രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴും ദോശയൊക്കെ ആയിരിക്കും. അതിന് ചമ്മന്തിക്കറിക്ക് ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും നല്ലൊരു കോമ്പിനേഷനാണ്. രാവിലെ കഴിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി. നോർമലായിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ. പ്രത്യേകിച്ച് എന്താണ് എടുത്തു പറയത്തക്ക ഒന്നുമില്ല, ഒരു സിമ്പിൾ ലഞ്ചാണ് ചെയ്യുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. കാരണം ഓരോ ദിവസത്തെയും ഇപ്പോഴത്തെ തിരക്കുകൾ നിങ്ങൾക്ക് പൊതുവെ കൂടുതലും ആൾക്കാർക്ക് അറിയാവുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ഉള്ളവരാണ് കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്നതും. അപ്പോൾ അവർക്കെല്ലാം അറിയാം ഇപ്പോഴത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന്. കുറേ ദിവസമായി ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ ഞാൻ ഇരുന്നിട്ടെ. കുറച്ച് എഡിറ്റ് ചെയ്യും, അടുത്ത എന്തെങ്കിലും ജോലിക്ക് പോകും, വീണ്ടും എഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 3-4 ദിവസമായി ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ നിൽക്കുന്ന ചേച്ചി നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വ്ളോഗിൽ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വേറെ ഒരു ചേച്ചിയായിരുന്നു. ആ ചേച്ചി 2 ദിവസമേ വന്നുള്ളൂ. കാരണം ചേച്ചിയുടെ മോക്കൊരു ജോലി കിട്ടി. മോക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്. അപ്പോൾ അതിനെ നോക്കാൻ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് ചേച്ചി പിന്നെ വന്നില്ല. അപ്പോൾ ചേച്ചിക്ക് ദോശ കൊടുത്തപ്പോൾ അയ്യോ ഇത്രയും വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചേച്ചി. ഞാൻ പറഞ്ഞ സാരമില്ല കഴിക്കുന്നു ഞാനും. അപ്പോൾ ചേച്ചി പറയാം, അയ്യോ ഒത്തിരി കഴിച്ചാൽ പിന്നെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ദോശയും ചമ്മന്തിക്കറിയും ചായയും ചേച്ചിക്ക് കൊടുത്തു. അതിന് ശേഷമേ ഞാൻ കഴിക്കത്തുള്ളൂ കേട്ടോ. കാരണം എല്ലാവരും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ മറ്റേ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ആ കുഞ്ഞ് 2.5 വയസ്സുണ്ട് ആ മോക്ക്. അപ്പോൾ കുഴപ്പമില്ല, അടങ്ങിയിരുന്നോളും, മോളെയും കൊണ്ട് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അംഗനവാടിയിൽ വിടുന്നുണ്ടെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി അത് വേണ്ട. കാരണം അംഗനവാടിയിലൊക്കെ വിടുന്ന കുഞ്ഞുങ്ങളുടെ പഠിത്തം മുടക്കിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അത് ശരിയാവത്തില്ലല്ലോ. അങ്ങനെ വേറെ ഒരാൾക്ക് വേണ്ടി കുറേ പലരിടത്തും പറഞ്ഞ് അവസാനം എനിക്ക് കിട്ടിയതാണ് ഈ ചേച്ചിയെ. എനിക്ക് പറ്റുന്ന രീതിയിൽ, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഷിവില്ലാതെ ചെയ്യുന്ന രീതിയിൽ ഒരാളെ തന്നെ എനിക്ക് കിട്ടി. കാരണം ഇടയ്ക്കിടയ്ക്ക് ബെല്ലടിച്ച് അങ്ങോട്ടും പോകണം. യുവക്കാർ അതിന് മുമ്പ് വരുമോ? 1 മണിയാകുമ്പോ തേങ്ങാക്കാരോ വന്നോ? എനിക്ക് പോയിട്ട് പോവാം. പെട്ടെന്ന് വീട്ടിലോട്ട് പോയിട്ട് ഇനി വാങ്ങാൻ മണിക്കൂറുണ്ട്. കാരണം പാക്കിംഗ് ഒക്കെ ഉണ്ട്. കാരണം കൊറിയർ എടുക്കാൻ പോയേ പറ്റൂ. ഉള്ളി എടുത്താലേ എനിക്ക് അച്ചാറിടാൻ പറ്റൂ. അപ്പോൾ ജോസൻ പുറത്തോട്ട് പോയി. ഞാൻ കോവയ്ക്ക, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു കോവയ്ക്ക കിട്ടിയത് പഴുത്തതായിരുന്നെന്ന്. ഇപ്രാവശ്യം അതുപോലെ തന്നെ. എനിക്കറിയാൻ വയ്യ ഇവർ ഈ പഴുത്ത കോവയ്ക്കൊക്കെ എന്തിനാ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനമല്ലേ, എന്തിനാ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ജോസൻ, ഞാനാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഞെക്കിയൊക്കെ നോക്കും. പക്ഷേ ഇവിടെ നാട്ടിൽ നമ്മൾ അങ്ങനെ ഒത്തിരി ഞെക്കി നോക്കാൻ സമ്മതിക്കത്തില്ലെന്നേ. ബോംബെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് തിരഞ്ഞു പിറക്കി ഓരോന്നൊക്കെ പെറുക്കിയെടുക്കാം, എന്നാലും ഒരു പ്രശ്നവും ഇല്ല അവിടെ. നാട്ടിലത് പറ്റില്ലല്ലോ. അവർ തരുന്നത് നമ്മൾ മേടിച്ചുകൊണ്ട് വരണം, പക്ഷെ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മെഴുക്ക് പുരട്ടാൻ എടുത്തതാണേ. അപ്പോൾ മീൻകറി വെക്കാനായിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, മാങ്ങ ഇതുപോലെ അരിഞ്ഞ് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ്. ഇപ്പോൾ കുറേ പ്രാവശ്യം മീൻകറിക്കും മാങ്ങാക്കറിക്കും ഒക്കെ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതുപോലെ അരിഞ്ഞു വെക്കണമെന്ന് വിചാരിക്കുന്നു. വരാന്തയിൽ പോയി ഇരുന്ന് ചെയ്യുന്നെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്തോ. അവിടെ ഇരുന്ന് ചെയ്യണമെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യുന്നു, വരാന്തയിൽ നിൽക്കാതെ. അയ്യോ അങ്ങനൊന്നുമില്ല, ചേച്ചിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിരുന്ന് ചെയ്തോ. അത് കൊള്ളാം. ചേച്ചിക്ക് എവിടെയാണോ കംഫർട്ട് അവിടെ ഇരുന്ന് ചെയ്തു. ചേച്ചി ശർക്കര ചിരണ്ടുവാണ് ഞാൻ മീൻകറി വെക്കാനായിട്ടാണ്. അപ്പോഴത്തേക്ക് ഞാൻ അരപ്പ് റെഡിയാക്കി. തേങ്ങ, മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ 2 കഷ്ണം കൊച്ചുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെയാണ് നല്ലതുപോലെ അരച്ച് എടുത്തതാണ് അരപ്പിനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട്.
ലേശം കളറിന് വേണ്ടി മുളക് പൊടി ചേർത്തായിരുന്നു കേട്ടോ, എരിക്ക് വേണ്ടി. പച്ചമുളകിന് അധികം എരിയില്ല. പിന്നെ മാങ്ങ, ഒന്നുകിൽ നമുക്ക് ഇത് മരപ്പ് തിളച്ച ശേഷം വേണമെങ്കിൽ മാങ്ങ ഇടാം. ഞാനിപ്പോൾ മാങ്ങ ചേർത്താണ് അങ്ങ് വെക്കുന്നത്. കറിവേപ്പിലയും ചേർത്തു, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അപ്പുറത്തടുപ്പിൽ നമ്മുടെ കോവയ്ക്കയും റെഡി ആവുന്നുണ്ട്. കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാവാൻ ഒത്തിരി സമയം കൂടുതലെടുക്കും. അപ്പോൾ അപ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ചക്ക വരട്ടണം. അതൊരു മെയിൻ പണിയാണ്. ഞാനിപ്പോൾ കുറേ ചക്ക വരട്ടിയത് എനിക്ക് തോന്നുന്നു 3 ബാച്ച് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം തീരും കേട്ടോ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്ത് പുതിയത് ചെയ്താലും സ്റ്റാറ്റസാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, വാട്സപ്പ് സ്റ്റാറ്റസ്. എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ബിസിനസ് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ചക്ക വരട്ടിയതൊക്കെ ചെയ്യുന്ന ഉടനെ തന്നെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും, അപ്പോൾ തന്നെ ഓർഡർ ആവും. അപ്പോൾ ഇനി 1-2 ബാച്ച് കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വേണ്ടവർക്ക് ഞാൻ ഈ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഈ നമ്പറിൽ ചക്ക റെഡി ആവുമ്പോൾ ഒന്ന് അറിയിക്കണേ എന്നൊരു മെസ്സേജ് ഇട്ടാലും മതി. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ആവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാം ചക്ക വരട്ടിയത് വേണമെന്ന്. ഇപ്പം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ചക്ക വരട്ടിയതെന്ന് കേൾക്കുമ്പോഴേ പലരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് പറയും, ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയും ഇല്ല, ആവുമ്പം മെസ്സേജ് ഇടാൻ. എന്നിട്ട് അവരുടെ പേര് ഡയറിയിൽ എഴുതി വെച്ചേക്കും. ചക്ക വരട്ടിയതാകുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കാണ്. അവരുടെ അടുത്താണ് ആദ്യം ചോദിക്കുന്നത് സ്റ്റോക്ക് ഉണ്ട് വേണോന്ന്. പിന്നെ ബാക്കിയുള്ളതാണ് ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ചക്ക വരട്ടിയത് ഉണ്ടോ എന്ന്. ഞാനപ്പോൾ റിപ്ലൈ തരും, ഇപ്പോൾ സ്റ്റോക്കില്ല, ആവുമ്പോൾ അറിയിക്കാമെന്ന്. ഇതാണ് ഇപ്പോഴത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് കോവയ്ക്ക ഏകദേശമൊക്കെ ആയി. കടുക് താളിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നും വെളിച്ചെണ്ണ കൂടുതലാണോ എന്ന്. ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി വെളിച്ചെണ്ണ കൂടുതലാണെന്ന്. തേങ്ങ അരച്ച കറിക്ക് മെയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കടുക് താളിക്കലാണെന്ന്. അപ്പോൾ കടുക് ഇട്ടു. കൊച്ചുള്ളിയാണ് നല്ല ടേസ്റ്റ് കേട്ടോ. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ മെയിനായിട്ട്. പിന്നെ നല്ല കറിവേപ്പിലയും. അപ്പോൾ ഇതിട്ട് ലേശം കളറിന് വേണ്ടി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എരി കുറവാണെന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ കളറിന് വേണ്ടി ഇത്തിരി ചേർക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചങ്ങോട്ട് അടച്ച് വെച്ചാൽ എന്താ മണമെന്നറിയാമോ ഈ കറിക്ക്. എത്ര എന്താണ് അങ്ങ് നമ്മുടെ മുറ്റത്ത് വരെ, റോഡ് വരെ ഈ കറിയുടെ മണമായിരിക്കും ഇങ്ങനെ കടുക് തളിച്ച് വെക്കുമ്പോൾ. അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കറിയും റെഡിയായി. ഈ സമയം കൊണ്ട് ചേച്ചി അവിടെ മുറിയൊക്കെ തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് ഏറ്റവും മെയിനായിട്ടുള്ള എൻ്റെ ഒരു പ്രശ്നമാണ് മുറി തൂത്തുതുടപ്പ്. അതെന്നെ കൊണ്ട് പറ്റുന്നില്ല കറക്റ്റായിട്ട്. അപ്പം ചേച്ചി വരുമ്പോഴാണ് മൊത്തത്തിൽ ജനലുകളും ഗ്ലാസ്സുകളും എല്ലാം ഒന്ന് തൂത്ത് തുടപ്പിച്ച് വൃത്തിയാക്കി എടുക്കുന്നത്. ഈ സമയം കൊണ്ട് ഞാൻ ഈ അടുക്കളയിൽ നിന്ന് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചക്ക വരട്ടാൻ വേണ്ടി ശർക്കര പാനിയാക്കിയതാണ്. കുറച്ച് നേരത്തെ ബാക്കി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പം കുറച്ചേ എടുത്തിട്ടുള്ളൂ. ശർക്കര പാനിയാക്കിയത് തിളച്ച് വരുമ്പോഴും ഇതുപോലെ അതിൻ്റെ മണ്ടയിലത്തെ അഴുക്കൊക്കെ വെട്ടിക്കളഞ്ഞതാണേ. അത് കഴിഞ്ഞ് അരിച്ചെടുത്തപ്പോഴും അതുപോലെ കുറച്ചുണ്ട്, അതങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സംതൃപ്തി കിട്ടത്തില്ല. തിളച്ച് വരുമ്പോഴും നല്ലതുപോലെ ഇതുപോലെ പത കാണും കേട്ടോ. അതുപോലെ വെട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം, ഇപ്പോൾ ഇതൊരു സിമെൻ്റൊക്കെ കട്ട പിടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലാണ് അത് തണുത്ത് കഴിയുമ്പോൾ. അഴുക്കാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനത് വെട്ടിയെടുത്ത് കളയുന്നുണ്ട്. ഇതിന് ശേഷം വെട്ടിയെടുത്ത് കളഞ്ഞു. അപ്പോൾ അതിനുശേഷം ഉച്ചയൂണ് കഴിഞ്ഞ ശേഷമാണ് ചക്ക വരട്ടാൻ തുടങ്ങിയത്. കുറച്ച് ചേച്ചി ഇളക്കും, കുറച്ച് ഞാൻ ഇളക്കും. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഇളക്കി. ഞാൻ ആദ്യത്തെ മെത്തേഡിലല്ല പിന്നീട് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടതാണ്. കാരണം ചക്ക വരട്ടൽ തുടങ്ങിയ പിന്നാണ് എൻ്റെ കയ്യിൽ ഇത്രയും പ്രശ്നങ്ങൾ, പാടുകളാണ് എവിടെ നോക്കിയാലും. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് ഇട്ടതാണ്, ബെൻസി മിക്സിയിൽ അങ്ങനെ ഞാൻ ചെയ്യുന്നത് സാധാരണ പച്ചയ്ക്ക് മിക്സിയിൽ അടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട, ഇത്തിരി ഒന്ന് വേവിച്ചിട്ട്, മിക്സിയിലൊന്നും അടിക്കണ്ട, വേവിച്ചിട്ട് അത് ശർക്കര വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഇളക്കി ആ ശർക്കര വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടത് വെന്ത് ഉടയും. അങ്ങനെ ചെയ്ത് നോക്കുന്നു. സംഭവം നല്ലതാണ് കേട്ടോ. ഞാൻ ഈ ചെയ്തതിൽ ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഉള്ളൂ മിക്സിയിൽ അരച്ചിട്ട് ചെയ്തത്. അതിന് ശേഷമുള്ള 2 ബാച്ച് ചക്ക വരട്ടിയതും ഈ മെത്തേഡിലാണ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ഈ മെത്തേഡാണ്. കാരണം ആ ചക്കയുടെ ഒറിജിനൽ ടേസ്റ്റും അതുപോലെ തന്നെ ഇടയ്ക്ക് ചക്ക കടിക്കാനും കിട്ടുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ് കേട്ടോ. എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, ദൈവമേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയോ, പുക കാരണം ഒരിടത്ത് നിൽക്കാൻ പറ്റത്തില്ലെന്നേ. അതാണ് മെയിൻ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് ചേച്ചി ഇച്ചിരി ഇളക്കി. അതിന് ശേഷം എനിക്ക് അച്ചാറിടാൻ ഇഞ്ചി വേണം. അപ്പോൾ ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി ഇഞ്ചി ഒന്ന് ചിരണ്ടിക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം എന്നങ്ങനെ ഇളക്കൽ പരിപാടി ഞാൻ ഏറ്റെടുത്തു. ഇഞ്ചി പരിപാടി ചേച്ചി അവിടെ ചെയ്യുന്നു. എന്താണ് ചക്ക വരട്ടലിനെ പറ്റി പറയണ്ടല്ലോ. എത്രത്തോളം
എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു 3.5-4 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. പുകയടിച്ചിരിക്കുകയാണ് ചേച്ചിയോട്. ചേച്ചി പറയുന്നത് ഈ പുകയ്ക്ക് എന്തോ നിന്റെ സോക്കേടാണ്, നമ്മൾ എവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെയിട്ട് ഓടിക്കുവാണെന്ന്. പൊട്ടിത്തെറി ശരിക്കും നടന്നു കേട്ടോ. അത് ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിത്തെറി വലിയതായിട്ടില്ല, ഇത്തിരി ഭേദമുണ്ട്. എങ്കിലും ക്വാണ്ടിറ്റി കൂടുതലിടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അധികം ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കുറച്ചുകൂടി കുറവ് ഇരുന്ന് ഞാൻ മാറ്റിയിട്ടില്ല. അതിന് മുമ്പത്തെ പരുവാണ്. ആ ചക്ക ഇടയ്ക്ക് കിടക്കുന്ന കേട്ടോ. അത് പലർക്കും അത് കടിക്കാൻ കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒറിജിനൽ ആ ചക്കയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ ചക്ക വരട്ടിയതിനകത്ത് കോൺഫ്ലോർ, മൈദാപ്പൊടി ഇങ്ങനെയുള്ള ഒരു സംഭവവും ഇല്ല. വെറും ചക്കയും നെയ്യും ഏലക്കയും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊന്നും ഞാൻ ഇടാറില്ല. നിങ്ങൾക്കിത് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നവർക്ക് ചക്ക അലുവ ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇത്തിരി നെയ്യ് ഒഴിച്ചൊരു പാത്രത്തിലോട്ട് ഈ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് ഇട്ടിട്ട് അതിനകത്ത് നട്ട്സ് കൂടൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയാൽ പെട്ടെന്ന് ഇത് ചക്ക അലുവയാക്കി കിട്ടുകയും ചെയ്യും. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച എല്ലാവരും ജാം പോലെ യൂസ് ചെയ്യുന്നുണ്ട്. ചപ്പാത്തി, ദോശ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കുമ്പിളപ്പം, ഇലയപ്പം, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒറിജിനൽ ചക്കയുടെ ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇതാണ് ചക്കയുടെ വിശേഷങ്ങൾ. ഇത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഓർഡറുകളെല്ലാം വന്നത്. പക്ഷെ അന്ന് വൈകിട്ട് അതിന് ശേഷം ജോസാൻ പുറത്തു പോയി. അതുകൊണ്ട് വീണ്ടും ഞാൻ കുളിച്ചു പോലും ഇല്ല. അതിന് മുമ്പ് കടയിൽ വന്നിരിക്കുവാണ് കേട്ടോ. കുളിക്കാൻ പോലും സമയം കിട്ടിയില്ല. ജോസാൻ പറഞ്ഞു ഇല്ല നീ പെട്ടെന്ന് വാ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമെന്ന്. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം എല്ലാം തീർന്നെന്ന് പറയാൻ പറ്റില്ല. ബാക്കി പണികൾ ഇനി അടുക്കളയിലുണ്ട്. അതിങ്ങനെ അടുക്കള എപ്പോഴും സജീവമാണല്ലോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ കടയിലോട്ട് വന്നിരുന്നെന്ന് ഇപ്പോഴാണ് ഒന്ന് ഇരിക്കുന്നത് കേട്ടോ. കടയിൽ വന്നിരിക്കുമ്പോഴാണ് ഒന്ന് സാവകാശത്തിൽ ഇരിക്കുന്നത്. രാത്രി കട പൂട്ടുന്നതിന് മുമ്പ് ജോസാൻ്റെ ജോലി ഇതൊക്കെയാണ് കേട്ടോ. അവിടെയുള്ള കരിയിലുകളെല്ലാം തൂത്ത് കളഞ്ഞ്, അഴുക്കുകളെല്ലാം തൂത്ത് കളഞ്ഞ്. കാരണം ഇപ്പോൾ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് തൂക്കാൻ എളുപ്പമാണല്ലോ. ഇൻ്റർലോക്ക് ഇട്ടതിൽ പിന്നെ ഞാൻ ഇവിടെ അങ്ങനെ തൂക്കാറേ ഇല്ല കേട്ടോ. വല്ലപ്പോഴും എങ്ങനെയാണ്. പക്ഷെ എന്നും ജോസൻ രാത്രി കട അടയ്ക്കുന്നതിന് മുമ്പ് ഇത് തൂത്ത് ചിലപ്പോൾ കഴുകാറും ഉണ്ട്. ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചൊന്ന് അഴുക്കൊക്കെ കളഞ്ഞ് കഴുകിയിട്ടേച്ചാണ് കയറി വരുന്നത്. കടയും തുടച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ അതാണ് രാത്രിയിലത്തെ വിശേഷം എന്ന് പറയുന്നത്. ഞാൻ ഇച്ചിരി ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ ആ സമയത്ത്. വെട്ടം തീരെ കുറവാണ്. എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാനും കണ്ടത് ഇത്രയും വെട്ടം കുറവാണെന്നല്ലോ എന്ന്. കാരണം വീഡിയോ എടുത്തപ്പോൾ ക്യാമറയിൽ കൂടെ പിന്നെയും വെട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നത്തെ പണി ഇതാണ് കേട്ടോ. കാരണം കയറി വരുന്നതിന് മുമ്പ് തൂത്ത് അതിൻ്റെ കരിയിലെല്ലാം കളഞ്ഞിട്ട് കുപ്പികളെല്ലാം ഇടണ്ടെടുത്തിട്ട് കച്ചടകളൊക്കെ ഇടണ്ടെടുത്തിട്ട് തുടച്ച് ഒക്കെയാണ് വരുന്നത്. അത് തന്നെ നല്ലൊരു പണിയാണ്. പിറ്റേന്ന് സൺഡേ ഞങ്ങൾ ചർച്ചിൽ നിന്ന് വന്ന വഴി വീട്ടിലുണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യമായിട്ട് ഉടനെ ഓട്ടം വരുന്നു പോകണമായിരുന്നു. അപ്പോൾ ജോസൻ പറഞ്ഞു എങ്കിൽ നമുക്ക് പുറത്തുനിന്ന് അങ്ങ് കഴിച്ചേച്ച് പോകാമെന്നും പറഞ്ഞു. ഹോട്ടലുകളൊക്കെ തപ്പി എല്ലായിടത്തും ഊണ് തീർന്നു പോയി. ഇനി സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇച്ചിരി കൂടെ മുമ്പോട്ട് പോയപ്പോൾ ഒരിടത്ത് കയറി. വലിയ സംഭവം എന്നൊന്നും പറയാനില്ല, പക്ഷെ സീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റി. അപ്പോൾ ജോസൻ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ ഫ്രൈഡ് റൈസ്. കുറേ പേര് അവിടെ ഊണിന് വേണ്ടി വന്ന് ഊണില്ലായിരുന്നു. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞപ്പോൾ സാധാരണ നമ്മുടെ കേരളത്തിൽ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ചിക്കൻ കറി ഉണ്ടല്ലോ. പക്ഷെ ചൈനീസ് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ അതിന് കറികളൊന്നുമില്ല. അത് ഞാൻ ബോംബെയിൽ വെച്ച് ഇത് മിക്കവാറും കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ, ഈ ചൈനീസ് ഫ്രൈഡ് റൈസ്. അതായത് അതിനകത്ത് വേറെ ഒന്നുമില്ല. ചിക്കൻ ചെറിയ പീസാക്കി പിച്ചി ഇട്ടിട്ടുണ്ട്, മുട്ടയും സ്ക്രാമ്പിൾ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ പക്ഷേ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് ഇച്ചിരി സോയാ സോസോ ഒന്നും കിട്ടിയില്ല. ആകെ ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളായിരുന്നു. ബോംബെ വെച്ച് ചൈനീസിൽ പോകുമ്പോൾ മിക്കവാറും ഇത് കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് സോയാ സോസ് തരാറുണ്ട്. അതുപോലെ തന്നെ വിനാഗിരി, പച്ചമുളക് ഇട്ടത് നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഒഴിച്ച് കഴിക്കാൻ. അതൊന്നും സംഭവമൊന്നുമില്ല. ഞാൻ സോയാ സോസ് ചോദിച്ചിട്ട് പോലും അവരുടെ കയ്യിലും ഇല്ല. ലേശം ടൊമാറ്റോ സോസേ ഉള്ളായിരുന്നു. ടൊമാറ്റോ സോസ് ഇത് കൂട്ടി ഇത് കഴിക്കാൻ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നും പറഞ്ഞ് കഴിച്ചു, അത്രയേ ഉള്ളൂ. വലിയ മെച്ചമൊന്നും പറയാനില്ല. ബിരിയാണി കൊടുത്തിട്ട് ജോസന് സലാഡ് പോലും കൊടുത്തില്ല. ജോസൻ അങ്ങോട്ട് ചോദിച്ചു സലാഡൊന്നും ഇല്ലേന്ന്. അന്നേരമാണ് അയ്യോ മറന്നുപോയെന്ന് പറഞ്ഞ് കൊടുത്തത്. മറന്നുപോയാണോ അവരുടെ ആ മെനുവിനകത്ത് ഇല്ലാത്തതാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എൻ്റെ കയ്യിൽ കുറേ വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി ഞാൻ നോക്കട്ടെ. എൻ്റെ അടുത്ത് എല്ലാവരും മെസ്സേജ് ഇട്ട് പറയുന്നത് ബെൻസി ഡെയിലി ഇല്ലെങ്കിലും ആഴ്ച ഒരു വീഡിയോ എങ്കിലും ഇട്ടൂടെ എന്ന് ചോദിക്കാറുണ്ട്. എനിക്കൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം നിങ്ങളാരും എന്നെ മറന്നിട്ടില്ല. ഇത്രയെങ്കിലും എൻ്റെ കാര്യങ്ങൾ അറിയാൻ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ടല്ലോ. അത് തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.